ഹായ് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ ഒരു റൈറ്റ് ഷാമ്പു തിരഞ്ഞെടുക്കാം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ ഷാമ്പു ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കാൽപ്പിനനുസരിച്ചുള്ള ഷാമ്പു വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ സ്കാൽപ്പ് പല തരത്തിലുണ്ട്. നമ്മുടെ സ്കിൻ ടൈപ്പ് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പും പല ടൈപ്പിലുണ്ട്. നോർമൽ സ്കാൽപ്പ് ഉള്ളവരുണ്ട്, ഓയിലി സ്കാൽപ്പ് ഉള്ളവരുണ്ട്, ഡ്രൈ, സെൻസിറ്റീവ്, കോമ്പിനേഷൻ, അങ്ങനെ പല ടൈപ്പിലുള്ള സ്കാൽപ്പുകാരുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നോർമൽ സ്കാൽപ്പുകാരെ കുറിച്ച് സംസാരിക്കാം. നോർമൽ സ്കാൽപ്പുകാരാണെങ്കിൽ അവർക്ക് എക്സസീവ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ തലേ കാണത്തില്ല, എക്സസീവ് ആയിട്ടുള്ള ഡ്രൈനെസ് കാണത്തില്ല, ഒക്കേഷണൽ ആയിട്ടുള്ള കുറച്ച് ഓയിൽനെസ്സും കുറച്ച് ഡ്രൈനെസ്സും ഒക്കെ കാണത്തുള്ളൂ. പിന്നെ അവർക്കൊരു മിനിമൽ പ്രൊഡക്ട്സ് കൊണ്ട്, ഒരു ജെന്റിൽ ഷാമ്പു കൊണ്ട് നമ്മൾ അവരുടെ തല ഇങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് ഈ നോർമൽ സ്കാൽപ്പുകാർ. ഇനി അടുത്തത് ഓയിലി സ്കാൽപ്പ് ഉള്ളവർ. ഓയിലി സ്കാൽപ്പ് ഉള്ളവരുടെ തലമുടിയും തലയോട്ടി എപ്പോഴും ഒരു ഓയിൽനെസ് കാണും. അതായത് അവർ ഷാമ്പു വാഷ് ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് അവരുടെ തലയിൽ ഈ ഓയിൽ പ്രൊഡക്ഷൻ തുടങ്ങും. അത് എക്സസീവ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് ഓയിലി സ്കാൽപ്പ് ഉള്ളവർ. അപ്പം ഓയിലി സ്കാൽപ്പ് ഉള്ളവരുടെ തലമുടിക്ക് ഒരു ഷൈനി ഫീലൊക്കെ കാണും, പക്ഷെ അവരെപ്പോഴും ഇങ്ങനെ ഒതുങ്ങിക്കിടക്കും മുടി. ഒത്തിരി ഇങ്ങനെ അതിനൊരു ഇത് കാണത്തില്ല, ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു വോളിയംനെസ് ഒന്നും കാണത്തില്ല. ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന മുടിയുള്ളവരായിരിക്കും ഇപ്പോൾ ഓയിലി സ്കാൽപ്പ് ഉള്ളവരുടെ മുടി പ്രത്യേകിച്ചും. അപ്പം അങ്ങനെയുള്ളവർ ആ ഒരു ഓയിൽ സ്കാൽപ്പിനുള്ള ഷാമ്പു തന്നെ യൂസ് ചെയ്താലേ അവരുടെ മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണ്. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരുടെ തലയിൽ എപ്പോഴും ഒരു ഡ്രൈനെസ്, ഒരു ഫ്ലേക്ക്നെസ് ഇങ്ങനെ കാണും. അതായത് നമ്മളിങ്ങനെ മുടി ഇങ്ങനെ പകർന്ന് എടുത്തിങ്ങനെ ചൊറിയുമ്പം തന്നെ അതിലിങ്ങനെ വെള്ളപ്പൊടി കാണത്തില്ലേ, ആ വെള്ളപ്പൊടി എന്ന് പറയുന്ന ഡ്രൈ സ്കാൽപ്പാണ്. അത് ഡാൻഡ്രഫ് അല്ല. ഡാൻഡ്രഫും ഈ ഡ്രൈ സ്കാൽപ്പും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡാൻഡ്രഫിൻ്റെ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയ ഫ്ലേക്സ് ആയിരിക്കും. വലിയ ഫ്ലേക്സ്, ഒരു യെല്ലോയിഷ് കളറിലുള്ള വലിയ ഫ്ലേക്സ് ആയിരിക്കും ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. വെളുത്ത പൊടിയാണെങ്കിൽ അത് ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും. പൊടി പോയിട്ടാണ് നമ്മളിങ്ങനെ ചൊറിയുമ്പോൾ പൊടിയായിട്ടാണ് വരുന്നതെങ്കിൽ അത് ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും. അപ്പം ഈ ഡ്രൈ സ്കാൽപ്പുകാരുടെ മുടി എപ്പോഴും പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താ, അവരുടെ ഒരു നാച്ചുറൽ ഓയിൽ ആ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും അവരുടെ തലയിലും തലമുടിയിലും ഒക്കെ. അപ്പം അങ്ങനെയുള്ളവർ ആ ഒരു രീതിയിലുള്ള ഷാമ്പു വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതെന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ സ്കാൽപ്പ് ഉള്ളവർ, അതായത് ഡ്രൈ സ്കാൽപ്പും ആയിരിക്കും ഓയിലി സ്കാൽപ്പും ആയിരിക്കും. അതായത് ഈ ഹെയർ ലൈൻസിലൊക്കെ ചിലപ്പം ചിലരുടെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഈ ഹെയർ ലൈൻസിൽ ഇങ്ങനെ ഡ്രൈനെസ് ആയിരിക്കും. ചിലപ്പോൾ അവരുടെ ബാക്കിയുള്ള ചിലപ്പം ചില സ്കാൽപ്പ് ഏരിയാസിലൊക്കെ ഓയിൽനെസ് ആയിരിക്കും. ചിലരുടെ ആണെങ്കിൽ തല ഓട്ടി എന്ന് പറയുന്നത് ഓയിലി ആയിട്ടിരിക്കും, മുടി എന്ന് പറയുന്നത് ഡ്രൈ ആയിട്ട് ഇരിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ആ ഒരു കോമ്പിനേഷൻ, അങ്ങനെയുള്ള ടൈപ്പിലുള്ള ഷാമ്പൂസ് വേണം. അത് രണ്ടും അവർ ശ്രദ്ധിക്കേണ്ടി വരും. അത് രണ്ടും കൂടെ അവൈലബിൾ ആയിട്ടുള്ള, രണ്ടും കൂടെ രീതിയിലുള്ള ഷാമ്പു യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനത്തെ ഷാമ്പൂ, സത്യം പറഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ സ്കാൽപ്പ് ടൈപ്പിലുള്ള ഷാമ്പൂസ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ടും അറിയത്തില്ല. അങ്ങനെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും എപ്പോഴും ഓയിലി, ഡ്രൈ, ഈ രണ്ട് ടൈപ്പിലുള്ളവരുടെ ആണ് ഷാമ്പൂസ് കൂടുതലും മാർക്കറ്റിലുള്ളത്. പിന്നെ അടുത്തെന്ന് പറയുന്നത് സെൻസിറ്റീവ് സ്കാൽപ്പ് ഉള്ളവർ. നമ്മൾ സ്കിൻ സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എൻ്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്. കാരണം എനിക്ക് മിക്കവാറും ഉള്ള എന്ത് കാര്യമാണെങ്കിലും എൻ്റെ സ്കിന്നിൽ മുഖക്കുരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്കിന്നാണ് എൻ്റെ. പക്ഷെ എൻ്റെ സ്കാൽപ്പ് ആ ഒരു രീതിയിലുള്ള സ്കാൽപ്പല്ല. സ്കാൽപ്പ് എന്ന് പറയുമ്പോഴത്തേനും സെൻസിറ്റീവ് സ്കാൽപ്പ് ആണെങ്കിൽ എന്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്താലും, എന്ത് സംഭവം യൂസ് ചെയ്താലും അതിനൊരു റിയാക്ഷൻ വന്നുകൊണ്ടിരിക്കും. ഒന്നുമില്ലെങ്കിൽ സ്കാൽപ്പ് ആക്നെയായിട്ട്, ചൊറിച്ചിലായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് സെൻസിറ്റീവ് സ്കാൽപ്പുകളാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ്. അപ്പം ഇത് നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ തിരിച്ചറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുളിച്ചിട്ട് നമ്മൾ ഷാമ്പു വാഷ് ചെയ്ത് തലമുടി നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം തന്നെ തലയിലൊരു ഈ ഓയിൽനെസ് കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ അവർ ഓയിലി സ്കാൽപ്പ് ഉള്ളവരാണ്. പിറ്റേ ദിവസം തന്നെ തലമുടിയൊക്കെ നല്ല ക്ലീൻ ആക്കി ആ ഒരു പിറ്റേ ദിവസം തന്നെ നമ്മുടെ തലയിൽ ഈ സംഭവം തുടങ്ങുന്നുണ്ടെങ്കിൽ അവർ ഡ്രൈ സ്കാൽപ്പുകാരാണ്. ഈ സെൻസിറ്റീവ്, അതായത് കോമ്പിനേഷൻ സ്കാൽപ്പുകാർക്ക് അത് രണ്ടും ചിലപ്പം പിറ്റേ ദിവസം തന്നെ തലയോട്ടിയിൽ ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ വരും, തലമുടി ഡ്രൈ ആയിട്ടും ഇരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് കോമ്പിനേഷൻ സ്കാൽപ്പ് ഉള്ളവരാണ്.
പിന്നെന്താണ്, പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് എപ്പോഴും അത് സെൻസിറ്റീവ് സ്കാൽപ്പുകാർക്ക് മിക്കവാറും അവർക്ക് നേരത്തെ തന്നെ മനസ്സിലാവും. കാരണം ഏതൊരു ഷാമ്പു ചെയ്താലും അവർക്ക് അതിനുള്ള റിയാക്ഷൻ അവരുടെ തലയോട്ടിയിൽ വരും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് പ്രത്യേകം തന്നെ ചിലപ്പം ഷാമ്പു വേറെ ഇന്ന കണ്ടൻ്റൊക്കെ ഉള്ള ഷാമ്പൂസ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, അങ്ങനെയൊക്കെ ഡോക്ടറെ കണ്ടൊക്കെ എന്താ പറയുന്നത് ഡോക്ടറെ കണ്ട് ആ ഷാമ്പു യൂസ് ചെയ്യേണ്ടി വരും ഈ സെൻസിറ്റീവ് സ്കാൽപ്പ് ഉള്ളവർക്ക്. അപ്പം അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഡയഗ്നൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ് ഏതാണ്. ഇപ്പം എൻ്റെ എന്ന് പറയുന്ന ഡ്രൈ സ്കാൽപ്പാണ്. എൻ്റെ ഒരു നോർമൽ നല്ല സ്കാൽപ്പായിരുന്നു നാട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ. എനിക്ക് അങ്ങനെ വലിയൊരു ഈ പറഞ്ഞ പോലെ എക്സസീവ് ഓയിൽ പ്രൊഡക്ഷനോ അങ്ങനെയുള്ള എക്സസീവ് ആയിട്ടുള്ള ഡ്രൈനെസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലായിരുന്നു. ഇവിടെ വന്ന് ഹാർഡ് വാട്ടറിൽ കുളിച്ചാണ് എൻ്റെ സ്കാൽപ്പ് ഡ്രൈ ആയത്. അപ്പം ഇതിനെല്ലാം ഈ സ്കാൽപ്പ് ഏത് ടൈപ്പാന്ന് ഉള്ളത് നമ്മൾ താമസിക്കുന്ന സ്ഥലവും ക്ലൈമറ്റും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടറും എല്ലാം അനുസരിച്ചിരിക്കും നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ് ഏതാന്ന് ഉള്ളത്. അപ്പം ഞാനിങ്ങനെ കൂടുതലും ഹാർഡ് വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ സ്കാൽപ്പ് ഡ്രൈ ആണ്. എൻ്റെ മുടി ഒക്കെ പെട്ടെന്ന് ഡ്രൈ ആകുന്ന ഒരു ഇതാണ്. അപ്പം എൻ്റെ ഒരു ഡ്രൈ സ്കാൽപ്പും ഡ്രൈ ഹെയറും ഒക്കെയാണ് നമുക്ക് സ്വന്തമായിട്ട് അത് മനസ്സിലാവുമല്ലോ. ഇനി നമുക്ക് നമ്മുടെ സ്കാൽപ്പ് ടൈപ്പിനനുസരിച്ച് എങ്ങനെ ഷാമ്പു വാങ്ങിക്കാം എന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്കാൽപ്പ് ഓയിലി ആണെങ്കിൽ ഡീപ്പ് ക്ലെൻസിങ്, ക്ലാരിഫയിങ് അങ്ങനെയുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യണം. അതായത് നമ്മുടെ ഈ എക്സസ് ഓയിലിനെ അബ്സോർവ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ആ ഷാമ്പൂവിൽ കാണണം. മെയിനായിട്ടും സാലിസിലിക് ആസിഡ്, ടീ ട്രീ ഓയിൽ, ലെമൺ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആ ഷാമ്പൂവിലുണ്ടെങ്കിൽ അവർ ഈ എക്സസ് ഓയിലിനെ അവർ നീക്കം ചെയ്ത് ഓയിൽ കൺട്രോൾ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ നമ്മളിങ്ങനെ ഷാമ്പൂവിൽ ലേബിൾ നോക്കുമ്പോഴത്തേനും ഓയിൽ കൺട്രോൾ വേണം, ആൻറ്റി ഡാൻഡ്രഫ്, ഡീപ്പ് ക്ലെൻസിങ്, ക്ലാരിഫയിങ് ഇങ്ങനെ ലേബലുകളുള്ള ഷാമ്പൂസ് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓയിലി സ്കാൽപ്പ് ഉള്ളവർ. ഇനിയും ഹെയർ പാക്കിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഓയിലി സ്കാൽപ്പ് ഉള്ളവർ കൂടുതലും ഹെയർ ഇങ്ങനെ മുട്ടയുടെ വെള്ളയൊക്കെ ഓയിലി സ്കാൽപ്പ് ഉള്ളവർ ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ നല്ല രീതിയിൽ മുട്ട ചേരുന്ന സംഭവങ്ങളുള്ള മുട്ട ചേരുന്ന പാക്കുകൾ യൂസ് ചെയ്ത് അവർ നല്ലതായിരിക്കും. പിന്നെ ഈ ഉലുവയും പിന്നെ നമ്മുടെ ആര്യവേപ്പിലയും ഇതൊക്കെ ഈ ഓയിലി സ്കാൽപ്പുകാർക്ക് നല്ലതായിരിക്കും. അങ്ങനെയുള്ള അതൊക്കെ ചേർന്നുള്ള ഹെയർ പാക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്ക് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതായത് അവരുടെ ആ ഒരു എക്സസ് ഓയിലിനെ കളയാൻ തരത്തിലുള്ള തരത്തിലുള്ള ഷാമ്പുവും ഹെയർ പാക്കുകളും വേണം അവർ യൂസ് ചെയ്യാൻ. അപ്പം നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ലേബിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓയിൽ കൺട്രോള്, ഡീപ്പ് ക്ലെൻസിങ്, പിന്നെന്താണ് ഈ പറഞ്ഞ പോലെ ക്ലാരിഫയിങ്, പിന്നെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പം ഇങ്ങനെയുള്ള ടീ ട്രീ ഓയിൽ, സാലിസിലിക് ആസിഡ്, ലെമൺ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ഷാമ്പൂസ് ആണെങ്കിൽ അത് ഓയിലി സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനിയും ഡ്രൈ സ്കാൽപ്പുകാരെന്ന് പറയുമ്പം എന്നെ പോലുള്ളവർ ഈ ഡീപ്പ് കണ്ടീഷനിങ്, ഡീപ്പ് നറിഷിങ് അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വരുന്ന ഷാമ്പൂസ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്കെന്ന് പറയുന്നത് ഈ മോയ്സ്ചർ കണ്ടന്റ് ആണ് അവർക്ക് വേണ്ടത്. അപ്പം മോയ്സ്ചറൈസിങ് ഷാമ്പൂസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ കളയാതെ, എക്സസീവ് ആയിട്ടുള്ള ഒരു ഡ്രൈനെസ് കൊടുക്കാതെ ഒരു മോയ്സ്ചർ കൊടുക്കുന്ന ഷാമ്പൂസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ലേബലുകൾ ഹൈഡ്രേറ്റിംഗ്, നറിഷിംഗ്, ഡീപ്പ് കണ്ടീഷനിങ്, ഹൈഡ്രേറ്റിംഗ് അങ്ങനെയുള്ള ലേബലുകളുള്ള ഷാമ്പൂസ് ആണ്. ഞാൻ ലോറിയാലിൻ്റെ ഒരു ഡീപ്പ് കണ്ടീഷനിങ് ഒരു യെല്ലോ ബോട്ടിലില്ലേ, ലോറിയൽ പാരീസിൻ്റെ, അത് നല്ലൊരു ഷാമ്പൂ ആണ്. നല്ലപോലെ തലമുടി ക്ലീൻ ആവുകയും ചെയ്തും ഒത്തിരി തലമുടി പാറി പറന്ന് കിടക്കുകയില്ല. ഒരു യെല്ലോ ബോട്ടിലുണ്ട് ലോറിയാലിൻ്റെ, അതൊരു ഡീപ്പ് നറിഷിംഗ് ഷാമ്പൂ ആണ്. പിന്നെ അങ്ങനെയുള്ള പേരുകളുള്ള ആക്ച്വലി ഞാൻ ഒരു ഷാമ്പൂവിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ആ ഒരു ലോറിയാലിൻ്റെ ആ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. മഞ്ഞ ബോട്ടിലുള്ള ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവർ യൂസ് ചെയ്യേണ്ട ഹെയർ പാക്കുകളിനകത്ത് കൂടുതലും ഞാൻ എൻ്റെ ഹെയർ പാക്ക് വീഡിയോസിലൊക്കെ പറയുന്നതാണ് തൈര്, കോക്കനട്ട് മിൽക്ക്, തേൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള പാക്കുകൾ
യൂസ് ചെയ്യുന്നതല്ല. ഞാൻ ചെയ്തിരിക്കുന്ന ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു 3-4 ഹെയർ പാക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഈ ഡ്രൈ സ്കാൽപ്പുകാർക്കും ഡ്രൈ ഹെയറുകാർക്കും വേണ്ടിയിട്ടുള്ളതാണ് മിക്കവാറും ഞാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ ആ ഒരു ടൈപ്പ് ഹെയർ ആണ്, ഞാൻ അതാണ് മിക്കവാറും ചൂസ് ചെയ്യുന്നത്. ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഹെയർ പാക്കുകൾ വേണം യൂസ് ചെയ്യാൻ. പിന്നെ ലേബലുകൾ, ഷാമ്പു മേടിക്കുമ്പം ലേബിൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങളുടെ ഡ്രൈ സ്കാൽപ്പ് ആണെങ്കിൽ ഡീപ്പ് കണ്ടീഷനിങ്, ഡീപ്പ് നറിഷിങ്, ഹൈഡ്രേറ്റിംഗ് അങ്ങനെയുള്ള ലേബലുകളുള്ള ഷാമ്പൂസ് വേണം മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി അടുത്തതെന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കാൽപ്പുകാർക്ക് ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചിലപ്പം തലമുടി ഓയിലി ആണെങ്കിൽ, തലയോട്ടി ഓയിലി ആണെങ്കിൽ തലമുടി ഡ്രൈ ആയിരിക്കും. അപ്പോൾ അവർ തലയിൽ ഷാമ്പു കൂടുതൽ നല്ലതായിട്ട് തലമുടി ക്ലീൻ ചെയ്യാൻ, ആ ഓയിൽ പ്രൊഡക്ഷൻ നിർത്തിക്കാനുള്ള ഷാമ്പു യൂസ് ചെയ്യുക. അങ്ങനെ 2 ഷാമ്പൂസ് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരുമായിരിക്കും ഈ കോമ്പിനേഷൻ സ്കാൽപ്പ് ഉള്ളവർ. തലമുടിയിൽ ഇങ്ങനെ ഓയിലി സ്കാൽപ്പ് ഉള്ളവർ യൂസ് ചെയ്യുന്ന ഈ ഡീപ്പ് ക്ലെൻസിങ് ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുകയും തലമുടിയിലല്ലാതെ ഡ്രൈ സ്കാൽപ്പുകാർ യൂസ് ചെയ്യുന്ന ഷാമ്പു ശകലം യൂസ് ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ അവർക്കത് രണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ 2 രീതിയിൽ കോമ്പിനേഷൻ സ്കാൽപ്പ് ഉള്ളവരുടെ ഒരു കുഴപ്പം അതാണ്, അവരത് രണ്ടും ശ്രദ്ധിക്കണം. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇൻഗ്രീഡിയൻസ് നോക്കുമ്പം കോക്കനട്ട് ഓയിൽ, ഗ്ലിസറിൻ, അലോവേര, പിന്നെന്താണ് ഷിയ ബട്ടർ, ഇതൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ്, ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ഷാമ്പൂസ് ചൂസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് നോർമൽ സ്കാൽപ്പിലേക്ക് വരികയാണെങ്കിൽ അവർ ഫോർ ഓൾ ഹെയർ ടൈപ്സ് എന്നുള്ള ഒരു ലേബലുള്ള ഷാമ്പൂസ്, മൈൽഡ് ഷാമ്പൂസ്, ജെന്റിലായിട്ടുള്ള ഷാമ്പൂസ് അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല. അല്ലാതെ ഒരു കൂടുതലൊന്നും അങ്ങനെ അത്രയും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇത്രയാണ് നമ്മൾ ഷാമ്പൂ ചൂസ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഞാൻ ഒന്നുകൂടെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഓയിലി സ്കാൽപ്പുള്ളവർ ക്ലാരിഫയിങ്, ഓയിൽ കൺട്രോള്, ഡീപ്പ് ക്ലെൻസിങ് ഇങ്ങനെയുള്ള ലേബലുകളുള്ള ഷാമ്പൂസ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ ഡീപ്പ് കണ്ടീഷനിങ്, ഡീപ്പ് നറിഷിങ് അങ്ങനെയുള്ള ലേബലുകളുള്ള ഷാമ്പൂസ് വേണം ചൂസ് ചെയ്യാനായിട്ട്. നോർമൽ സ്കാൽപ്പ് ആണെങ്കിൽ ഫോർ ഓൾ ഹെയർ ടൈപ്സ് എന്നൊക്കെ എഴുതി വരുന്ന മൈൽഡ് ഷാമ്പൂസ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെൻസിറ്റീവ് സ്കാൽപ്പുകളാണെങ്കിൽ അത് മിക്കവാറും നല്ല ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഷാമ്പൂസ് വേണം ചൂസ് ചെയ്യാൻ. ഈ അലോവേരയുടെ കണ്ടൻ്റൊക്കെ ഉള്ള ഒരു ഷാമ്പും. ഈ സെൻസിറ്റീവ് സ്കാൽപ്പുകാരാണെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ടിട്ട്, ഒരു ഡെർമറ്റോളജിസ്റ്റ് പറയുന്ന ഷാമ്പു ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ പ്രൊഡക്ട്സ് ആയിരിക്കും അവർക്ക് കൂടുതലും വർക്ക് ആകുന്നത്. അല്ലാതെ നമ്മൾ തന്നെ സ്വയം മാർക്കറ്റിൽ പോയി ഇങ്ങനെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും അതായിരിക്കും കുറച്ചുകൂടെ നല്ല. കാരണം അവർക്ക് എപ്പോഴും സ്കാൽപ്പ് ഇറിറ്റേഷൻസ് ഒക്കെ കൂടുതലായിരിക്കും ഈ സെൻസിറ്റീവ് സ്കാൽപ്പ് ഉള്ളവർക്ക്. അപ്പം അങ്ങനെ വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെയർ പാക്കുകളാണെങ്കിലും ആ ഒരു രീതിയിൽ, ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ എപ്പോഴും മുട്ടയുടെ വെള്ള, ആര്യവേപ്പില, ഉലുവ ഇതൊക്കെ നമ്മുടെ ഓയിലി സ്കാൽപ്പുകാർക്ക് ചേരുന്ന ഹെയർ പാക്കുകളാണ്. ഹെയർ പാക്കുകളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഡ്രൈ സ്കാൽപ്പുകാരാണെങ്കിൽ നമ്മുടെ തൈര്, കഞ്ഞിവെള്ളം, തൈര്, പിന്നെന്താണ് കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെയർ പാക്കുകളായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നോർമൽ സ്കാൽപ്പുകാർക്ക് ഒരു കുഴപ്പമില്ല, എല്ലാ നാച്ചുറൽ കാര്യങ്ങളും ചേർന്ന് പോകും. പിന്നെ സെൻസിറ്റീവ് സ്കാൽപ്പുകാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഹെയർ പാക്കുകൾ അതും അവർക്ക് പറ്റിയത് അവർ നോക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് ചിലപ്പോൾ ചേർന്ന് പോകത്തില്ല, അവർക്ക് പെട്ടെന്ന് അതിനുള്ള റിയാക്ഷൻസ് വരും. അതുകൊണ്ട് അപ്പം ഇതൊക്കെയാണ് ഒരു ഷാമ്പു ചൂസ് ചെയ്യുമ്പം നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ സ്കാൽപ്പ് ടൈപ്പിന് ചേർന്ന ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മൾ നോക്കി ഒരു ഓയിലി സ്കാൽപ്പുള്ള വ്യക്തി ഈ ഓയിൽ കൊടുക്കുന്ന ഡീപ്പ് കണ്ടീഷനിങ്, ഡീപ്പ് നറിഷിങ് അങ്ങനെയുള്ള ഷാമ്പു യൂസ് ചെയ്താലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വീണ്ടും ആ ഒരു ഡൾനെസ്, മുടി ഭയങ്കര ഡള്ളായിട്ട് ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ കിടക്കും ഇല്ലേ ഈ ഓയിലി ഷാമ്പു ഉള്ളവർ. ആ ഒരു ഷാമ്പു തന്നെ യൂസ് ചെയ്ത് ഓയിലി സ്കാൽപ്പ് ഉള്ളവർ. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ ഡ്രൈനെസ് കൊടുക്കുന്ന ഈ ക്ലാരിഫയിങ് ഷാമ്പു അല്ലെങ്കിൽ ഓയിൽ കൺട്രോൾ ഷാമ്പു ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് പറന്ന് മുടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പം അങ്ങനെ നോക്കി നമ്മുടെ സ്കാൽപ്പ് ടൈപ്പ് ഏതെന്ന് നോക്കി ഷാമ്പു വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ഈ വീഡിയോ എത്രത്തോളം എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയത്തില്ല, മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.